നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കാരണം എന്താണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യട്ടോ ചാനലിനകത്ത്. അങ്ങനെ ഒടുവെ നമ്മൾ കാണുന്നത് സച്ചി വിഷമിച്ചിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതിയുടെ സങ്കടം കണ്ട്. അവന് നല്ല സങ്കടമുണ്ട് ശ്രുതി ഈ വീട് വിട്ടു പോയതിൽ. രേവതി പറഞ്ഞു, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സച്ചിയേട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച ആർക്കാ പിന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്നത്? ഇപ്പം ഞാനാണിങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ സച്ചിയേട്ടന് സഹിക്കാൻ പറ്റുമോ? ഇല്ല രേവതി, അത് ശരി തന്നെയാ. പക്ഷെ എന്നാലും എന്ന് പറഞ്ഞു, അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ. അമ്മ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള രീതിയാ. കോടീശ്വരി അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ സ്വഭാവം മാറി. കോടീശ്വരി ആയിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത് പ്രശ്നമില്ലായിരുന്നാ തോന്നുന്നേ. ഈ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ ശ്രുതിയെ ഇറക്കി വിട്ടത് തെറ്റ് തന്നെയാ. കാരണം കോടീശ്വരി അല്ലെന്ന് കണ്ടിട്ടാണ് ചന്ദ്രമതി ഇറക്കി വിട്ടെ. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ സച്ചി, അവള് തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കണം. പക്ഷെ അന്നും പറഞ്ഞുകൊണ്ട് പണമില്ലെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സച്ചി പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് അമ്മയുടെ ചെവിയിലേക്ക് കേൾക്കത്തില്ല. കാരണം ഇത്രയും നാളും അമ്മ കൈവെള്ളയെ കൊണ്ടിടുന്ന മരുമോളല്ലേ. ഈ പറയുന്ന വർഷയെക്കാളും രേവതിയെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചുകൊണ്ടിരുന്ന ശ്രുതിനെയാണ്. അപ്പൊ പിന്നെ അമ്മയ്ക്കോ അത് വല്ലാത്തൊരു അടിയായിരുന്നു. അതുമാത്രമല്ല, നാഴികയ്ക്ക് 40 തൊട്ട് എല്ലാവരോടും പറയുകയും ചെയ്യും, എൻ്റെ മരുമോളുടെ അച്ഛൻ മലേഷ്യക്കാരനാണ്, എൻ്റെ മരുമോള് മലേഷ്യക്കാരിയാ, ഇഷ്ടം പോലെ പണമുണ്ട്, അതാ ഇതാന്നൊക്കെ വീരവാദം അടിച്ചോണ്ടിരുന്ന പെട്ടെന്ന് ഒരു നിമിഷം ഒന്നും അല്ലാതായി തീർന്നു കഴിഞ്ഞപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്നുള്ള ഒരു പ്രത്യാഘാതമായിരുന്നല്ലോ അത്. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരിയാ എൻ്റെ സച്ചി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൾ ചെയ്ത തെറ്റാണ്. ഇളയച്ചനാന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക. പിന്നെ അത് മാത്രമാണോ അവളുടെ അച്ഛൻ മരിച്ചെന്ന് കള്ളത്തരം പറയുക? ഇപ്പൊ അവളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടോ അമ്മ ജീവനോടെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. രേവതി പറഞ്ഞു, അത് ശരിയാ അച്ഛാ, ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് സത്യം പറയാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ആ പറഞ്ഞതും കള്ളത്തരം തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഇവിടെ നിന്ന് ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പണമില്ലാത്തതിന്റെ പേരില്. ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു രവിയേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയൂന്ന്. കാരണം നിങ്ങളിത് എന്താ പറയാത്തെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. വക്കാലത്ത് പിടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം. ശ്രുതി ഇവിടുന്ന് പോകേണ്ടവള് തന്നെയാണ്. അവൾ എന്ത് വലിയ ചതിയാ രവിയേട്ടാ ചെയ്തേ? നിസാര കാര്യമാണോ? ഒരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ചു, പിന്നെ സ്വന്തം ഭർത്താവിനെ. അവനോടെങ്കിലും അവൾക്ക് സത്യം തുറന്നു പറയായിരുന്നല്ലോ. എവിടെയോ കിടന്ന് ഏതോ ഒരുത്തനെ കൊണ്ട് അഭിനയിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന ഇളയച്ചനാന്നും പറഞ്ഞു. എത്ര കാലങ്ങളായി അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട്. അന്ന് മുതൽ അഭിനയിപ്പിക്കുമല്ലായിരുന്നോ അയാളെ കൊണ്ട്? എന്നിട്ടോ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും നമ്മളല്ലേ ശരിക്കും നാണം കിട്ടത്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ അതൊക്കെ ശരി തന്നെ, അതിനുള്ള ശിക്ഷ കൊടുത്തോ. പക്ഷെ അവൾക്ക് പണമില്ല. അതെ, അവള് വലിയ പണക്കാരിയെ പത്രാസുകാരിയാന്ന് പറഞ്ഞോണ്ടല്ലേ ഇറങ്ങി തിരിച്ചേ. അല്ല, നീ ഇപ്പോഴാണോ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നിനക്ക് നേരത്തെ അന്വേഷിക്കാൻ പാടില്ലായിരുന്നോ? നീയും നിന്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് ഭാമയും കൂടെ കൊണ്ടുവന്ന ആലോചനയായിരുന്നല്ലോ. അത് പിന്നെ രവിയേട്ട ഭാമ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നല്ല ബന്ധമാണ്. പിന്നെ അച്ഛനൊക്കെ മലേഷ്യയിലാന്ന് പറഞ്ഞു, വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പം ഞാനും വിചാരിച്ച് സത്യമായിരിക്കുന്നു. എൻ്റെ അമ്മ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യത്തില്ല. എത്ര വലിയ തിരക്കാന്ന് പറഞ്ഞാലും ഇന്ന് വരെ ഈ പറയുന്ന പാർലെടുത്തിട്ട് അച്ഛനെ കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, അതിനകത്ത് തന്നെ എന്തോ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന്. ഈ പറയുന്ന ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ചു, ഓക്കെ. പക്ഷെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഇനി എവിടുത്തെ കാര്യം എന്താന്ന് നമുക്കൊന്നും അറിയില്ല. അത് പോട്ടെ, അതെന്താണല്ലോ ആയിക്കോട്ടെ. പക്ഷെ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ശ്രുതിയുടെ ഭാര്യയാണ് പാർലെടുത്തി. അപ്പോൾ ആ പരിഗണന കൊടുക്കണം. പണമില്ലെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ അച്ഛനും മക്കളും ഒക്കെ ചേർന്നിട്ട് അവളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല. ഞാൻ കാണിച്ചു കൊടുക്കും അവളെ വീട്ടിനകത്തേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പഠിക്കകത്ത് അവള് കാലം ഊത്തത്തില്ല. ഞങ്ങൾ ഒരാളെ ഇവിടെ കാണുള്ളൂ. രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുതമ്മേ, നീ മിണ്ടരുത്. ആ സമയത്ത് സച്ചി പറഞ്ഞു, എൻ്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. കാരണം അവൾ ഇന്ന് വരെ ഇതുപോലത്തെ കള്ളത്തരൊന്നും പറഞ്ഞിട്ടില്ല. ഉള്ളതുപോലെ പറഞ്ഞിട്ടുള്ളൂ. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ. രേവതി മോളുടെ ഇല്ലായ്മ രേവതി മോള് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ നീ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരുന്ന ഇവിടെ. ഒരു പക്ഷെ അത് ഭയന്നിട്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു കള്ളത്തരമൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി സുധിയുടെ മുറിയിലേക്ക് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോൾ സുധി അവിടെ ഇരുന്ന് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ ഇരിപ്പും മട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. എത്രയാന്ന് പറഞ്ഞാലും ചോരയല്ലേ. തൻ്റെ ചേട്ടൻ എത്രയല്ലേ ക്രൂര തന്നോട് കാണിച്ചാലും സച്ചിക്ക് അങ്ങനെയല്ല. സച്ചിക്ക് അവരോടൊക്കെ സിമ്പതിയാ.
ശ്രുതിക്ക് അങ്ങനെയല്ല. ശ്രുതി സച്ചിക്ക് ഒരു ആപത്തുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ കൈ കൊട്ടി ചിരിക്കുള്ളൂ ശ്രുതിയൊക്കെ. പക്ഷെ സച്ചി അങ്ങനെയല്ല, നേരെ തിരിച്ചാ. അത്രയ്ക്ക് സ്നേഹമാ. പിന്നീട് സുധീരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്നാലും അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഞാൻ അവളുടെ ഭർത്താവല്ലേ, എന്നോടെങ്കിലും അവൾക്ക് ആ സത്യങ്ങളൊന്ന് തുറന്നു പറയായിരുന്നല്ലോ. ഇളയച്ചനാന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടൊന്ന് അഭിനയിപ്പിക്കുക, കോടീശനാന്നും പറഞ്ഞുകൊണ്ട്. അത് പോട്ടെ സുധിയേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പക്ഷേ സുധിയേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടിയായിട്ടായിരിക്കും പാർലടുത്തി അങ്ങനെ പറഞ്ഞേ. എന്നാലും എനിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനൊന്നും അല്ലാതായി തീർന്നില്ല, എനിക്കും ആരും ഇല്ലാതായി പോയില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരുടെ മുന്നിൽ ഞാൻ ആരായി തീർന്നു. അയ്യോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും സുധിയേട്ടൻ്റെ മനസ്സ് വേണ്ടാന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ചെന്ന് ചേർത്ത് പിടിക്കുകയാണ് സുധീനെ. ഞങ്ങളൊക്കെ ഇല്ലേ, സുധിയേട്ടൻ എന്ത് വിഷമോടെല്ലാം പറഞ്ഞോ, ഇങ്ങനൊരു ആപത്ത് വരുമ്പോഴല്ലേ കൂടപ്പിറപ്പുകൾ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു. അപ്പം തന്നെ സുധി അങ്ങോട്ട് വിങ്ങി കരയുവാണ്. വിഷമിക്കേണ്ട സുധിയേട്ടാ, ഇനിയിപ്പോൾ പാർലടുത്ത് ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാനാണെങ്കിൽ അമ്മ സമ്മതിച്ചില്ലെങ്കിലും അച്ഛനുണ്ടല്ലോ നമ്മളോടൊപ്പം, നമുക്ക് തിരികെ കൊണ്ടുവരാന്ന് പറഞ്ഞു. സുധി പറഞ്ഞു, വേണ്ട, അവൾ എന്നോട് ഈ ചതി ചെയ്തിട്ട്. അതെ, ഒരുപക്ഷെ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തേ. സുധിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും പാർലടുത്തേക്ക്. എന്നാലും അവൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് എന്നോടെങ്കിലും തുറന്നു പറയാൻ വല്ലായിരുന്നോ സച്ചി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, സാരമില്ല പോട്ടെ, ഞാൻ പോയി ഒന്ന് കാണാം, പോയി കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധിയെ സമാധാനിപ്പിച്ചു. പിന്നീട് രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാർലടത്തിൽ നിന്ന് പോയി കണ്ടാലോ. എവിടെയുണ്ടെന്ന് ഓർത്തോണ്ടാ, ചിലപ്പോൾ ആ മീരയുടെ അടുത്ത് കാണുമായിരിക്കും, അവിടെ ഉണ്ടാകാൻ വഴി മീരയെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്തു, അമ്മയൊന്ന് കാണണം, വിമലയെ കാണണം, അമ്മയുടെ അടുത്ത് പോയി ഇരിക്കണം. ഒരു പക്ഷേ തൻ്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളൊക്കെ അമ്മയോട് പറയുമ്പം അമ്മ ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനമാകും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രുതി എന്ത് ചെയ്തു, വിമലയെ കാണാനായിട്ട് പോവാണ്. ഈ സമയത്താണ് മീരയുടെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നത്. സച്ചി വിളിച്ചിട്ട് ശ്രുതിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മീര പറഞ്ഞു, ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. അല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിച്ചു. എന്ത്? അല്ല, പാർലടുത്ത് ഇവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ. മീരയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുകയോ ചെയ്തല്ലേ സുധിയെ. മീര പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല, വലിയ കൂട്ടുകാരിയല്ലേ, മീരയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് മീര പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. മീരയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. താനും ഒരു കള്ളിയാകുകയുള്ളൂ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, മീരയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേരിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു തോന്നേ. സച്ചേട്ടന് ഓർമ്മയുണ്ടോ, ഞാനെന്ന് മീരയോട് പോയി ഈ ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീര കിടന്ന് ഉരുണ്ട് കളിച്ചത്. എനിക്ക് അങ്ങനെ ഇപ്പോഴൊന്നും അറിയില്ല, മുമ്പുള്ള പരിചയമായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു ഞാൻ മലേഷ്യ വെച്ചുള്ള പരിചയമെന്ന്. പിന്നീട് അത് തിരുത്തി പറഞ്ഞു, അന്നേ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞല്ലേ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതെ, പാർലടുത്ത് എവിടെ പോയാലും നമുക്ക് പാർലടത്തിൽ പോയി കാണണം, വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ പിരിച്ചുകൊണ്ട് വരണം. അതിന് അമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ? സാരമില്ല, അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എത്രയാന്ന് പറഞ്ഞാലും സുധി കല്യാണം കഴിച്ച പെണ്ണല്ലേ, അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. അതും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും പ്രശ്നവും. രേവതി പറഞ്ഞു, അത് ശരിയാ, എങ്ങാനും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അതെ, അതും ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ പെട്ടുപോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ പാർലടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവുമെന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, ശ്രുതിയുടെ മൈൻഡ് വെച്ച് ഞാൻ പറയുന്നു ഇങ്ങോട്ടേക്ക് വരുമെന്ന്. കാരണം ഇത്രയും നാളും കള്ളത്തരം കാണിച്ച് ഇവിടെ നിന്നല്ലേ, അപ്പം ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറാൻ എന്ത് തന്ത്രം പ്രയോഗിക്കാനായിട്ടും ശ്രുതി തയ്യാറാവെന്ന് പറഞ്ഞു. അത് ശരിയാ, അതെനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ എന്ത് കള്ളത്തരം കാണിച്ചിട്ടും ഇങ്ങോട്ട് കയറി വരുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ശ്രുതിയുടെ വിഷമം കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശ്രുതിയെ തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ഒരുങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തായിത്തീരും അങ്ങനെയായിത്തീരും എന്നറിയത്തില്ല. അവസാനം ശ്രുതിയെ തിരിച്ചു കൊണ്ടുവന്നാലും വീണ്ടും ശ്രുതിയൊക്കെ പാര പണിയുള്ളൂ. ഈ പറയുന്ന രേവതിക്കിട്ട് സച്ചിക്കിട്ടും ഒക്കെ നന്ദിയൊന്നും ഇല്ല. പണ്ട് മുതൽ അങ്ങനെയാണല്ലോ, എത്രയൊക്കെ ചെയ്തു കൊടുത്താലും നന്ദി എന്ന് പറയുന്നൊരു കാര്യം അവർക്കില്ല. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.